ജീവിതം സുഖകരമായി മുൻപോട്ട് പോകുമ്പോൾ പലപ്പോഴും നാം ദൈവത്തിന്റെ മൃദുവായ ശബ്ദം കേൾക്കാതെ ആത്മീയമായി ഉറങ്ങിപ്പോകാറുണ്ട്. അങ്ങനെയുള്ളപ്പോഴാണ് നമ്മെ ഉണർത്തുവാൻ, നമ്മുടെ ശ്രദ്ധ തിരിക്കാൻ ദൈവം കഷ്ടപ്പാടുകളാകുന്ന മെഗാഫോൺ ഉപയോഗിക്കുന്നത്. അത് നമ്മെ തകർക്കാനല്ല, മറിച്ച് നമുക്കായി കർത്താവ് ഒരുക്കിയിരിക്കുന്ന മികച്ച ഭാവിയെ കുറിച്ച് ഓർമ്മിപ്പിക്കാനാണ്. ദൈവത്തിന് പ്രകാരം പറയുന്നു, ഞാൻ നിങ്ങളെ കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ തിന്മയ്ക്കല്ല, നിങ്ങളുടെ സ്വഭാവിയും പ്രത്യാശയും വരുത്തേണ്ടതിന്, സമാധാനത്തിന് അത്രയുള്ള നിരൂപണങ്ങൾ എന്ന് യഹോവയുടെ അരുളപ്പാട്. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 29-11 വാക്യം. ബൈബിളിലെ യോസഫിന്റെ ജീവിതം ഇതിന് വലിയ ഒരു ഉദാഹരണമാണ്. യോസഫ് തന്റെ പിതാവിന്റെ വീട്ടിൽ പ്രിയപ്പെട്ട മകനായി കുപ്പായമണിഞ്ഞ് സുഖമായി ജീവിച്ചിരുന്നപ്പോൾ അവന് ദൈവത്തിന്റെ വലിയ പദ്ധതിയെക്കുറിച്ച് പൂർണ്ണമായ ബോധ്യമുണ്ടായിരുന്നില്ല. എന്നാൽ അവൻ കിണറ്റിൽ തള്ളപ്പെടുകയും അടിമയായി വിൽക്കപ്പെടുകയും കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെടുകയും ചെയ്തപ്പോൾ കഷ്ടപ്പാടുകളുടെ വലിയൊരു മെഗാഫോൺ അവന്റെ ജീവിതത്തിൽ മുഴങ്ങി. ആ കഷ്ടതകൾ അവനെ ദൈവത്തോട് കൂടുതൽ അടുപ്പിച്ചു. അവന്റെ മുൻപിലുണ്ടായിരുന്ന കൊട്ടാരത്തിലെ താൽക്കാലിക സുഖത്തേക്കാൾ എത്രയോ മനോഹരമായ ഈജിപ്തിലെ പ്രധാനമന്ത്രി പദവിയാണ് ദൈവത്തിൽ പ്രത്യാശ വെച്ച ജോസഫിനായി കാത്തിരുന്നത്. ദൈവം നമ്മുടെ സന്തോഷങ്ങളിൽ നമ്മോട് മന്ത്രിക്കുന്നു, എന്നാൽ നമ്മുടെ വേദനകളിൽ കർത്താവ് മെഗാഫോണിലൂടെ ഉച്ചത്തിൽ സംസാരിക്കുന്നു. നിങ്ങളുടെ ഇന്നത്തെ തകർച്ചകൾ നാളത്തെ വലിയൊരു വിജയത്തിനായുള്ള ദൈവത്തിന്റെ ഒരുക്കങ്ങൾ മാത്രമാണ്. എന്റെ ഉപദേശം ഇതാണ്: കഷ്ടതകൾ വരുമ്പോൾ തളർന്നു പോകരുത്. അത് നിങ്ങളെ ഉണർത്താനുള്ള ദൈവത്തിന്റെ ശബ്ദമാണെന്ന് തിരിച്ചറിയുക. കൺമുൻപിൽ കാണുന്ന താൽക്കാലിക പ്രതിസന്ധികളിലേക്ക് നോക്കി പ്രത്യാശ കൈവടിയരുത്. നിങ്ങളെ നടത്തുന്ന ദൈവത്തിൽ പൂർണ്ണമായും ആശ്രയിക്കുക. നിങ്ങളുടെ ഇന്നത്തെ അവസ്ഥയേക്കാൾ, നിങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്ന വേദനയേക്കാൾ എത്രയോ മനോഹരവും ശ്രേഷ്ഠവുമായ കാര്യങ്ങളാണ് ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുന്ന നിങ്ങൾക്കായി സ്വർഗം ഒരുക്കിയിരിക്കുന്നത്. ആ നല്ല നാളേക്കായി വിശ്വാസത്തോടെ മുൻപോട്ട് നീങ്ങുക. ക്രിസ്തുവിലൂടെ നിത്യതയ്ക്ക് ഉതകുന്ന ഒരു നല്ല ദിവസം ആശംസിക്കുന്നു.